സഹായം അഭ്യർത്ഥിച്ച് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാക്കൾ റഷ്യൻ പട്ടാള ഉദ്യോഗസ്ഥർ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട കരാറുകൾ റദ്ദാക്കിയിട്ടും വിട്ടയക്കാൻ തയ്യാറാകുന്നില്ല എന്ന് യുവാക്കൾ പറഞ്ഞു. ദുരിതങ്ങൾ വീണ്ടും 24-നോട് വിവരിക്കുകയാണ് തൃശൂർ സ്വദേശിയായ ജെയിൻ കുര്യൻ. ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇവിടേക്ക് ഫുഡ്, വാട്ടർ, വെള്ളം തുടങ്ങിയ സാധനങ്ങൾ എത്തിക്കുന്ന ജോലിയായിരുന്നു ഞങ്ങൾക്കിവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവരിപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് അവരുടെ കൂടെ യുദ്ധത്തിന് ചെല്ലണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ ഞങ്ങൾക്ക് മാഗസീനും ഗ്രനേഡും ഒക്കെ ഞങ്ങൾക്ക് എടുത്തു തന്നിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 8 പേരോട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ജോലിയായിട്ട്. അതിൽ 4 പേരിന് അവർ ഇപ്പോൾ തന്നെ പറഞ്ഞയച്ചു കഴിഞ്ഞു. അടുത്ത ലിസ്റ്റിൽ ഞങ്ങളുടെ 2 പേരുടെയും പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ് എംബസിയിൽ രാംകുമാർ സാറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞങ്ങളുടെ കോൺട്രാക്റ്റൊക്കെ 3 മാസം മുമ്പ് തന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. പക്ഷെ അത് ഞങ്ങൾ ഇവിടുത്തെ കമാൻഡറുടെ അടുത്ത് പറയുമ്പോൾ കമാൻഡർ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഞങ്ങളുടെ കോൺട്രാക്റ്റ് ഇതുവരെ ക്യാൻസലാക്കിയിട്ടില്ല, ഞങ്ങൾക്ക് അവരെ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ അവർക്ക് ഡിഫൻസ് മിനിസ്റ്ററിയിൽ നിന്ന് ലഭിക്കണം, അല്ലാതെ ഞങ്ങളെ പറഞ്ഞയക്കാൻ സാധിക്കില്ല എന്നാണ് അവർ പറയണത്. സൂരജ് സജി ഒരിക്കൽ കൂടി ചേരുന്നു തൃശ്ശൂരിൽ നിന്നും. സൂരജ്, വല്ലാത്ത സംഭവമാണ്, വല്ലാത്ത അവസ്ഥയാണിത്. ഈ ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ ഇടപെടലിലൊക്കെ നമ്മൾ ഫലം കാണുമെന്നാണ് കരുതിയത്. അതിലൊരു തീരുമാനമായിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഉള്ള വിവരങ്ങൾ എന്താണ്? വിജയകുമാർ, ഇവരെ മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ പുതിയ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ അവർ പറയുന്നത് ഈ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. തൃശ്ശൂർ സ്വദേശിയായ ജെയിനിന്റെ ശബ്ദ സന്ദേശമാണ്, വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിരുന്നു, അപ്പോൾ ഇവരുടെ കരാർ 3 മാസം മുമ്പ് റദ്ദാക്കിയതാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇവർ കമാൻഡറോട് ഈ കരാർ റദ്ദാക്കിയെന്ന് വിവരം ധരിപ്പിച്ചപ്പോൾ കരാർ റദ്ദാക്കിയിട്ടില്ലെന്നും അത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഉള്ളതുമാണ് പറയുന്നത്. റഷ്യയിൽ നിന്ന് തന്നെ ഔദ്യോഗികമായ റഷ്യൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അത്തരത്തിൽ ഒരു വിവരം ലഭിച്ചാൽ മാത്രമേ ഇവരെ മടക്കി വിടുകയുള്ളൂ, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിടുതൽ നൽകുകയുള്ളൂ എന്ന വിവരമാണ് ഈ കമാൻഡർ നൽകിയതെന്നുള്ളതാണ് നിലവിൽ ഇവരോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇവരെ അധികം വൈകാതെ തന്നെ ഈ യുദ്ധമേഖലയിൽ മുൻനിര പോരാളികളായി കൊണ്ടുപോകുമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആശങ്ക. അടിയന്തര ഇടപെടൽ കുടുംബം ആവശ്യപ്പെടുന്നുമുണ്ട്. വിജയകുമാർ, ഒരു ഭാഗത്ത് അവരുടെ മോചനത്തിന് വേണ്ടിയുള്ള ഔദ്യോഗികവും അനൗദ്യോഗികവുമായ നീക്കങ്ങൾ നടക്കുമ്പോഴാണ് അവർ ഫ്രണ്ട് ലൈനിലേക്ക് അവരെ ഉടൻ നിയോഗിക്കുമെന്നുള്ള ആശങ്കാജനകമായ അറിയിപ്പ് അവർക്ക് ലഭിക്കുന്നത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകി.